ഹായ് ഹലോ ഡിയേഴ്സ് എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2ാം ക്ലാസ്സിലെ മക്കളുടെ ക്രിസ്മസ് പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇൻ്റഗ്രേഷൻ 1 ആണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ഇതിൽ മലയാളവും മാത്സും വരുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് വേണ്ട 2ാം ക്ലാസ്സിലെ വിഷയങ്ങളുടെ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് STD2 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് ലഭിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം മതിയെങ്കിൽ STD2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രവർത്തനം 1, കുഞ്ഞുറുമ്പിൻ്റെ യാത്ര. തെളിഞ്ഞ ആകാശം, കാട്ടിലെ കാഴ്ചകൾ കാണണം. കുഞ്ഞുറുമ്പിന് മോഹം. പച്ചിലക്കൂട്ടിൽ നിന്നും അവൾ പുറത്തിറങ്ങി. ഇളം കാറ്റ് വീശി, ഇലത്തുമ്പുകൾ ഇളകിയാടി. കാട്ടുപൂക്കളുടെ സുഗന്ധം. ഹായ്, പുൽക്കൊടിയിൽ തിളങ്ങുന്ന മഞ്ഞുതുള്ളി. ഒന്ന് തൊട്ടാലോ? കുഞ്ഞുറുമ്പ് പതിയെ മുന്നോട്ട് നീങ്ങി. തൊട്ടില്ല. അവൾ കാല് തെറ്റി പുഴയിൽ വീണു. കുഞ്ഞുറുമ്പിന് പേടിയായി. അതാ ഒരു ഇല ഒഴുകി വരുന്നു. കുഞ്ഞുറുമ്പ് ഞൊടിയിടയിൽ അതിൽ കയറി. ഇല കുഞ്ഞുറുമ്പിനെയും കൊണ്ട് മുന്നോട്ട് നീങ്ങി. അവൾ നാലുപാടും നോക്കി. മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, പുഴയിൽ നീന്തിക്കളിക്കുന്ന മീനുകൾ. ഇലയിലുരുന്ന് കുഞ്ഞുറുമ്പ് ചുറ്റുമുള്ള കാഴ്ചകൾ ആസ്വദിച്ചു. അപ്പോൾ എന്താ മക്കളെ, കുഞ്ഞുറുമ്പ് കാട്ടിലേക്ക് കാഴ്ചകൾ കാണാൻ പോയതും അവിടെ നടന്ന സംഭവമൊക്കെ അല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൻ്റെ താഴെ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അതിന് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കണം. ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചോദ്യം 1, കുഞ്ഞുറുമ്പിൻ്റെ മോഹം എന്തായിരുന്നു? കാട്ടിലുള്ള കാഴ്ചകൾ കാണണം എന്നായിരുന്നു കുഞ്ഞുറുമ്പിൻ്റെ മോഹം. ചോദ്യം 2, ഇലത്തുമ്പുകൾ ഇളകിയാടിയതെപ്പോൾ? ഇളം കാറ്റ് വീശിയപ്പോൾ. ചോദ്യം 3, പുൽക്കൊടിയിൽ തിളങ്ങുന്നതെന്താണ്? ഒരു മഞ്ഞുതുള്ളി. ചോദ്യം 4, പുഴയിൽ വീണ കുഞ്ഞുറുമ്പ് രക്ഷപ്പെട്ടതെങ്ങനെ? ഒഴുകി വരുന്ന ഇലയിൽ കയറിയാണ് രക്ഷപ്പെട്ടത്. ചോദ്യം 5, മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്നതെന്താണ്? മലനിരകളാണ് മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ പുറത്തു നിന്ന് നിങ്ങൾക്കൊരു കഥയോ കവിതയോ എന്തെങ്കിലും തരികയാണെങ്കിൽ എന്ത് ചെയ്യുക, മക്കൾ വീണ്ടും വീണ്ടും ഓരോ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ ആ തന്നിരിക്കുന്ന പാസേജ് വീണ്ടും വീണ്ടും വായിക്കാം. അപ്പോൾ അതിൽ തന്നെ ഉണ്ടായിരിക്കും ഇതിനുള്ള ഉത്തരങ്ങളും. നമ്മൾ മാനം മുട്ട ഉയർന്നു നിൽക്കുന്ന മലനിരകൾ എന്നൊക്കെ വായിച്ചല്ലോ, അതുപോലെ തന്നെ കേട്ടോ. നോക്കൂ, ഇവിടെ കുഞ്ഞുറുമ്പ് കാഴ്ച കാണാൻ പോകുന്ന ചിത്രം തന്നിട്ടുണ്ട്. ഇലയിലിരിക്കുന്നത് കാഴ്ചകളും അവിടെ തന്നിട്ടുണ്ട്. പ്രവർത്തനം 2, കുഞ്ഞുറുമ്പ് കണ്ട കാഴ്ചകൾ. കുഞ്ഞുറുമ്പ് പുഴയിലൂടെ യാത്ര തുടർന്നു. കുഞ്ഞുറുമ്പ് കണ്ട കാഴ്ചകൾ ചേർത്ത് വിവരണം തയ്യാറാക്കുക. ചുരുങ്ങിയത് 5 വാക്യങ്ങളെങ്കിലും വേണമെന്ന് നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ കുഞ്ഞുറുമ്പ് കണ്ട കാഴ്ചകളും അത് എഴുതാനുള്ളൊരു സ്ഥലമൊക്കെ അവിടെ ഒഴിച്ചിട്ടിട്ടുണ്ട്. നോക്കൂ, ഭംഗിയുള്ള കുളവും നീന്തി കളിക്കുന്ന താറാവുകളും കണ്ടു എന്നെഴുതാം. പുല്ല് തിന്ന് നടക്കുന്ന കാലികളെ അല്ലെങ്കിൽ പശുവിനെ കണ്ടു. കുളത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരകൾ കണ്ടു. മനോഹരമായ പൂക്കൾ കണ്ടു. കുഞ്ഞു വീടുകളും മരങ്ങളും കണ്ടു. ഇതൊക്കെ ഇതിലുള്ള ഒരു 5 സെൻറ്റൻസ് ഞാൻ എഴുതി തന്നതാണ്. ഇതുകൂടാതെ നോക്കൂ, തവളകളുണ്ട് കുളത്തിൽ, അതുപോലെ നീന്തിക്കളിക്കുന്ന മീനുകളുണ്ട്. അവിടെ പുല്ല് തിന്ന് നടക്കുന്നൊരു മുയലിനെ കാണാം. പാറി പറന്ന് നടക്കുന്ന കിളികളെ കാണാം. അതുപോലെ ഒരുപാട് ഗ്രാമഭംഗിയൊക്കെ നിങ്ങൾക്ക് അവിടെ ഈ ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. പുല്ലും മരങ്ങളും ഒക്കെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. ഞാനിവിടെ കുറച്ച് 5 സെൻറ്റൻസ് എഴുതി എന്ന് മാത്രം. പ്രവർത്തനം 3, ആക്ടിവിറ്റി 3 മാത്സ് ആണ് കേട്ടോ വരുന്നത്. ഹൗ മെനി സീഡ്സ്? എത്ര വിത്തുകൾ? ലുക്ക് അറ്റ് ദ നമ്പേഴ്സ് ഓഫ് പീ സീഡ്സ് ഗിവൻ ടു ഈച്ച് ക്ലാസ് ടു മേക്ക് എ വെജിറ്റബിൾ ഗാർഡൻ. പച്ചക്കറിത്തോട്ടം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഓരോ ക്ലാസ്സിനും കൊടുത്ത പയറ് വിത്തുകളുടെ എണ്ണമാണ് നമുക്കിവിടെ താഴെ തന്നിട്ടുള്ളത്. ക്ലാസ് പാക്ക് ഓഫ് 100, 100ൻ്റെ എത്ര പാക്കറ്റുകൾ കൊടുത്തു? പാക്ക് ഓഫ് 10, 10ൻ്റെ എത്ര പാക്കറ്റുകൾ കൊടുത്തു? നമ്പർ ഓഫ് വൺസ്, എത്ര ഒന്നുകൾ കൊടുത്തു? അതുപോലെ ടോട്ടൽ ആകെ എത്ര എണ്ണം ഉണ്ടെന്നാണ് ടേബിളിൽ എഴുതേണ്ടത്. അപ്പോൾ ഒന്നാമത്തേത് ക്ലാസ് 1ാം ക്ലാസ്സിന് കൊടുത്തു. നോക്കൂ, പാക്ക് ഓഫ് 100, 100ൻ്റെ ഒരു പാക്കാണുള്ളത്, അതുകൊണ്ട് 100. പിന്നെ 100 പ്ലസ് 100ലേക്കാണ് ഇനി കൂട്ടേണ്ടത്. പാക്ക് ഓഫ് 10, 2, 2 എണ്ണം കൊടുത്തു. അതായത് 10ൻ്റെ ഒരു പാക്കാണെങ്കിൽ 10 ആണ്. 2 പാക്സ് ആകുമ്പോൾ 20, 10 × 2 20. 100 പ്ലസ് 20, 120. പിന്നെ നമ്പർ ഓഫ് വൺസ്, ഒന്നുകൾ 1 2 3 4 5 6. അപ്പോൾ 120 പ്ലസ് 6, 126 ആണ് ടോട്ടൽ. ഇനി ക്ലാസ് 2വിന് കൊടുത്തത് നോക്കാം. പാക്ക് ഓഫ് 100 1 ആണ്, ദാറ്റ് മീൻസ് 100. പിന്നെ പാക്ക് ഓഫ് 10 ഒന്നുമില്ല, 10ൻ്റെ ഒരു പാക്കറ്റും ഇല്ല, അതുകൊണ്ട് 0. നമ്പർ ഓഫ് വൺസ് 3 ഒന്നുകളുണ്ട്. സോ 100 പ്ലസ് 3 = 103. അപ്പോൾ ടോട്ടൽ 103 ആണ്
2ാം ക്ലാസ്സിന് കിട്ടിയത്. 3ാം ക്ലാസ് നോക്കൂ, പാക്ക് ഓഫ് 100 100ൻ്റെ ഒരു പാക്കറ്റാണുള്ളത്. അപ്പോൾ 100. പാക്ക് ഓഫ് 10 നോക്കൂ, 9 എണ്ണം ഉണ്ട് അല്ലേ, 9 ഉണ്ട് ടെൻസ്. അപ്പോൾ 9 ടെൻസ് എന്ന് വെച്ചാൽ എത്ര? 90 ആണ്. അപ്പോൾ 100 + 90 എത്രയാണ്? 190 ആണ്. പിന്നെ വൺസ് 1 2 3 4 5 എണ്ണം കൂടെ ഉണ്ട്. അപ്പോൾ 190 + 5 195. ടോട്ടൽ 3ാം ക്ലാസ്സിന് കിട്ടിയത് 195 സീഡ്സ് ആണ്. ഇനി 4th സ്റ്റാൻഡേർഡിന് കിട്ടിയത് നോക്കാം. പാക്ക് ഓഫ് 100 1 ആണ്, ദാറ്റ് മീൻസ് 100. പാക്ക് ഓഫ് 10 4 ആണ്. അപ്പോൾ 4 ടെൻസ് എന്ന് പറയുമ്പോൾ 40. 100 + 40 140 ആണ്. പിന്നെ നമ്പർ ഓഫ് വൺസ് 7 വൺസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 140 + 7 147 ആണ്. സോ 4ാം ക്ലാസ്സിന് കിട്ടിയ ടോട്ടൽ 147 ആണ്. റൈറ്റ് ദ നമ്പർ ഓഫ് സീഡ്സ് ദേ ഗോട്ട് ഇൻ ദ അസെൻഡിങ് ഓർഡർ. അവർക്ക് കിട്ടിയ വിത്തുകളുടെ എണ്ണം അനുസരിച്ച് ആ നമ്പറിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ എന്താ? ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുന്നതിനെയാണ് അസെൻഡിങ് ഓർഡർ എന്ന് പറയുക. ഡിസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാം. സോ ഇവിടെ ആദ്യം വരുന്ന നമ്പർ ഏതാണ്? തന്നിരിക്കുന്ന 4 നമ്പറുകളിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? അതായിരിക്കും ആദ്യം വരിക. അതായത് 103 അല്ലേ, 103 ആണ് ഫസ്റ്റ് വരുന്ന നമ്പർ. സോ അതിന് നമുക്ക് ഫസ്റ്റ് എഴുതാം 103. പിന്നെ അതിലും വലിയ നമ്പർ 126 വരും രണ്ടാമതായി. മൂന്നാമതായി 147 വരും. നാലാമതായി 195 വരും. ഇങ്ങനെയാണ് കേട്ടോ മക്കളെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ ഈ നമ്പേഴ്സിനെ എഴുതി കൊടുക്കേണ്ടത്. പ്രവർത്തനം 4, ചെടികൾ പലവിധം. ഇവിടെ നിങ്ങൾക്ക് 2 കടങ്കഥകളാണ് തന്നിട്ടുള്ളത്. നോക്കൂ, ആദ്യത്തേത് കിഴങ്ങ് നട്ടാൽ മുളച്ചിടും. എന്താണ്? കിഴങ്ങ് നട്ടാലാണ് ഈ ചെടി മുളയ്ക്കുക. ഇലയിൽ വെള്ളം നിൽക്കില്ല. നമ്മൾ ഈ ചെടിയുടെ ഇലയിലേക്ക് വെള്ളമാക്കിയാൽ അതിൽ വെള്ളം തങ്ങി നിൽക്കില്ല, താഴേക്ക് പുറത്തേക്ക് ഒഴുകിപ്പോവും. ഗുണവും രുചിയും എനിക്കുണ്ട്. എന്നെ കഴിക്കുന്നതുകൊണ്ട് നല്ല ഗുണങ്ങളുണ്ട്, ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ കഴിക്കാനോ നല്ല രുചികരവുമാണ്. ഞാൻ ആരെന്ന് ചൊല്ലാമോ? ഞാൻ ആരാണെന്ന് പറയാമോ? ചേമ്പാണ് കേട്ടോ മക്കളെ ഉത്തരം വരുന്നത്. നമുക്കറിയാം ചേമ്പിന് കിഴങ്ങാണ് നടേണ്ടത് മുളയ്ക്കാൻ. പിന്നെ ചേമ്പിൻ്റെ ഇലയിൽ വെള്ളം നിൽക്കില്ല അല്ലേ, വെള്ളം ഒഴിച്ചാലും അത് നനയില്ല. പിന്നെ നല്ല ഗുണമാണ്, കഴിച്ചാൽ രുചിയുമാണ്. ഇനി രണ്ടാമത്തേത് നോക്കൂ, ഇലയില നീളനില. എങ്ങനെയാണ്? ഞാൻ നീണ്ട ഇലയാണ്, ഊണ് വിളമ്പാം അടയുണ്ടാക്കാം. ഈ ഇലയിൽ നമുക്ക് ഊണ് വിളമ്പാം, ഭക്ഷണം വിളമ്പാം. അതുപോലെ ഈ ഇല കൊണ്ട് നമുക്ക് അടയും ഉണ്ടാക്കാം. മഴയിൽ ചൂടി നടന്നിടാം. മഴ പെയ്താൽ ഇത് ചൂടി നിങ്ങൾക്ക് നടക്കാം. ഇലയിൽ കേമൻ. ഞാനാര്? ഞാൻ ഇലകളിലെ കേമനാണ്. ഞാനാരാണ്? വാഴയിലയാണല്ലേ. വാഴയിലയുടെ നീണ്ട ഇലയാണ്. വാഴയിൽ നമ്മൾ ഊണ് കഴിക്കും അല്ലേ, സദ്യയൊക്കെ കഴിക്കും. പിന്നെ അതുപോലെ അടയുണ്ടാക്കാം ഇല വെച്ച്. മഴ ചെന്നാൽ ചൂടി നടക്കുകയും ചെയ്യാം. അടുത്തൊരു ചോദ്യം കൂടെ ഉണ്ട്. വിത്ത് മുളച്ചുണ്ടാകുന്ന 3 ചെടികളുടെ പേരെഴുതുക. ഒരുപാട് ചെടികളുണ്ട്. മാവ്, പ്ലാവ്, തെങ്ങ്. ഈ 3 എണ്ണമാണ് ഞാൻ എഴുതി കൊടുത്തിരിക്കുന്നത്. ഇനി ആക്ടിവിറ്റി 5, കാലണ്ടർ മാത്സ്. കംപ്ലീറ്റ് ദ മിസ്സിംഗ് ഡേറ്റ്സ് ഓൺ ദ മന്ത് ഓഫ് ജാനുവരി 2024 ഇൻ ദ കാലണ്ടർ. 2024 ജനുവരി മാസത്തെ കലണ്ടറാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ മിസ്സായിട്ടുള്ള നമ്പറുകൾ എന്തൊക്കെയെന്ന് എഴുതി കൊടുക്കണം. നോക്കൂ, നമുക്കറിയാം ജനുവരി മാസം 31 വരെയാണ് നമ്പേഴ്സ് ഉള്ളത്. 31 ഡേറ്റ്സ് ഉണ്ട്. സോ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 മിസ്സിംഗ് ആണ്, അത് എഴുതുക. 25 26 27 28 29 30 31 മിസ്സിംഗ് ആണ്, അതും എഴുതുക. ഹൗ മെനി ഡേയ്സ് ആർ ദെയർ ഇൻ ദ മന്ത് ഓഫ് ജാനുവരി? ജനുവരി മാസം ആകെ എത്ര മാസങ്ങളുണ്ട്? നമ്മൾ പറഞ്ഞു 31. ഇഫ് ജനുവരി 1 2024 ഈസ് മൺഡേ, ദെൻ വാട്ട് ഡേ വിൽ ബി ഡിസംബർ 28 2023? 2024 ജനുവരി 1 മൺഡേ ആണെങ്കിൽ 2023 ഡിസംബർ 28 ഏത് ദിവസമായിരിക്കും? അപ്പോൾ ജനുവരി 1 പുറകോട്ടുള്ള ഡേറ്റ് നമ്മൾ നോക്കണം അല്ലേ. ജനുവരി 2024 ജനുവരി 1 എന്ന് പറയുന്നത് മൺഡേ ആണ്. അങ്ങനെയാണെങ്കിൽ 2023 ഡിസംബർ 31, അതിന് തൊട്ട് മുന്നുള്ള ദിവസം സൺഡേ ആയിരിക്കും. അതിൻ്റെ തൊട്ട് മുന്നുള്ള ദിവസം ഡിസംബർ 30 സാറ്റർഡേ ആയിരിക്കും. പിന്നെ 2023 അതിന് തൊട്ട് മുൻപുള്ള ഡിസംബർ 29 ഫ്രൈഡേ ആയിരിക്കും. പിന്നെ അതിന് മുൻപുള്ള ഡിസംബർ 28 ഏതായിരിക്കും? തേഴ്സ്ഡേ ആയിരിക്കും. സോ ഡിസംബർ 28 2023 എന്ന് പറയുന്നത് തേഴ്സ്ഡേ ആണ്. ഹൗ മെനി സാറ്റർഡേയ്സ് ആർ ദെയർ ഇൻ ദ മന്ത് ഓഫ് ജാനുവരി 2024? ഫൈൻഡ് ദ ഡേറ്റ്സ് ഓഫ് ദ സാറ്റർഡേ. ഇനി ജനുവരി 31 ഈ 2024 ജനുവരി
31 വരെയുള്ള ദിവസങ്ങൾ എത്ര സാറ്റർഡേയ്സ് വരുന്നുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. 4 സാറ്റർഡേയ്സ് വരുന്നുണ്ട്. 6, 13, 20, 27 എന്നീ ഡേറ്റുകളാണ് സാറ്റർഡേ വരുന്നത്. അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് എ നമ്പർ പാറ്റേൺ ഫ്രം ദ കലണ്ടർ. കലണ്ടറിൽ നിന്ന് ഒരു നമ്പർ പാറ്റേൺ കണ്ടെത്തി എഴുതുക. അപ്പോൾ 1, 8, 15, 22, 29 അതൊരു നമ്പർ പാറ്റേൺ ആണ്. അതുപോലെ 7, 14, 21, 28 അതൊരു നമ്പർ പാറ്റേൺ ആണ്. അതുപോലെ താഴേക്ക് ഇങ്ങനെ വരുന്ന ഓരോ വരിയിൽ വരുന്ന നമ്പേഴ്സ് എഴുതി കൊടുത്താൽ അതെല്ലാം ഓരോ പാറ്റേണുകളായിട്ട് മാറും കേട്ടോ. ഇത്രയും ചോദ്യങ്ങളാട്ടോ മക്കളെ ഈ ചോദ്യപേപ്പറിൽ നമുക്ക് ചർച്ച ചെയ്യാനായിട്ടുള്ളത്. ഉപകാരപ്രദമായിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് വിശ്വസിക്കുന്നു. 2ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടിയിട്ടും മറ്റു ചോദ്യപേപ്പറുകൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്